ലോകത്ത് ആദ്യമായിട്ട് പ്രസവിക്കുന്ന പെണ്ണൊന്നല്ല നീ. അവളുടെ ഡിപ്രഷൻ മടിച്ച്. കുഞ്ഞിനൊരു 10 മിനിറ്റ് നോക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. 2 ദിവസമായി ഞാൻ ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട്. കുഞ്ഞിന്റെ പേരിൽ ഏത് നേരത്തെ ആ റൂമിൽ കയറി കിടക്കലും 5 നേരം തിന്നലില്ലാതെ പിന്നെ എന്ത് പണിയടി നിൽക്കണുള്ളത്? ദേ തല പൊളിഞ്ഞു നിൽക്കുക ഞാൻ. വെറുതെ എന്നെ ഭ്രാന്തിയാക്കരുത്. നീയും നിന്റെ ഒരു കുഞ്ഞും ഇതൊക്കെ കൂടി ഇട്ടെറിഞ്ഞ് ഞാൻ ഒരു പോക്ക് പോവാ അവസാനം. എടി കുഞ്ഞ് കരയുന്നത് കേൾക്കുന്നില്ലേ? നീ എന്ത് സ്വപ്നം കണ്ടിരിക്കുക? കുഞ്ഞ് കരയണത് അതിന് വിശന്നിട്ടാ. അരമണിക്കൂർ കൂടുമ്പോ പാല് കൊടുക്കണം. അതിനെങ്ങനെയാ കൊടുക്കാൻ വല്ലതും വേണ്ടേ? മനസ്സറിഞ്ഞ് പാല് കൊടുക്കാനും വേണം. ഒരു യോഗം. എന്തായിരുന്നു കഴിഞ്ഞ 9 മാസം ഇവിടെ? കഴിപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു. ഇപ്പൊ കുഞ്ഞിനെ നിങ്ങളുടെ കൈ കിട്ടിയപ്പോ എന്നെ ആർക്കും വേണ്ട. അത് കഴിച്ചോ കുളിച്ചോ ഉറങ്ങിയോ എന്നല്ലാതെ എന്നെ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടോ? നീയും നിന്റെ അമ്മയും കൂടെ അങ്ങോട്ട് കൊടുക്ക് പാല്. അച്ഛന്റെ പൊന്നെവിടെ? അമ്മ പാപ്പം തന്നില്ലേ? നമുക്ക് നല്ല അടി കൊടുക്കണം കേട്ടാ. അച്ഛന്റെ മോള് മാത്രം മതി. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. പണ്ട് പീരീഡ്സ്, മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ അനുഭവിച്ചാണ്. അപ്പൊ ഇതെന്ത് തേങ്ങയാണാവോ? എടാ ഒന്നുമില്ല, നീ ഒന്ന് അവളെ മനസ്സിലാക്കി കൂടെ നിന്നാൽ മതി. ഈ പെട്ടെന്നൊരു ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്ന അറ്റൻഷനൊക്കെ ഇല്ലാതാവുന്നതും ഹോർമോണൽ ചേഞ്ചസും സ്റ്റിച്ചിൻ്റെ പെയിനും വരുന്നവരെയും പോകുന്നവരുടെയൊക്കെ ഈ കുത്തുവാക്കുകളും എല്ലാം കൂടി അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാവുമ്പോഴാണ് ഈ പൊട്ടിച്ചെടുക്കുന്നത്. പിന്നെ ചില സിവിയർ കേസസിലൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോടാ. ഓ കുഞ്ഞിനത്ര വലിയ നിറമൊന്നും ഇല്ലാന്നേ. പക്ഷെ കണ്ണും മൂക്കൊക്കെ എന്റെ മോനെ പറിച്ചു വെച്ച അതേപോലെ ഉണ്ട്. അമ്മ ആദ്യത്തെ ആയതുകൊണ്ട് എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ സമയമെടുത്തു എന്ന് വിചാരിക്കാം. പക്ഷെ അമ്മയും ഇതൊക്കെ അനുഭവിച്ചും കഷ്ടപ്പെട്ടൊക്കെ തന്നെ ആയിരിക്കില്ലേ ഇതുവരെ എത്തിയത്. നമുക്കുള്ള സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെങ്കിലും കുറ്റപ്പെടുത്തായിരുന്നു.